മണിയൊക്കെ വീടിൻ്റെ അതുവഴിയോ വല്ലതും പോകണ്ടെന്ന് നമ്മൾ നേരത്തെ അറിയണമെന്നുള്ള. ചിലപ്പോൾ ആ ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ആധാരവും കൂടി എടുത്തിട്ട് വേണ്ട. അപ്പോൾ വൈഫ് എന്നോട് പറയും, നിങ്ങളിങ്ങനെ പറയരുത്, നിങ്ങൾ ഈ തമാശക്ക പറയണം, പക്ഷെ പിള്ളേരുടെ മനസ്സിലത് ഗൗരവത്തിൽ. ഞാൻ പറഞ്ഞു, പിള്ളേരോട് ഞാൻ ഗൗരവത്തിലാണ് ഇത് പറയണം. അവിടെ ചെന്ന് വല്ല ഉറങ്ങിയും പോയിട്ട് ഇനി കിഡ്നി കാണാനില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശ് വരും. എന്ത് ചെയ്യാൻ? ഇനി അടുത്ത വീഡിയോ യഥാർത്ഥത്തിൽ ആകെ എനിക്ക് കിട്ടണം. ഏത് ഐ ആം സോറി എളിയ, ഏത് പല പറ്റിപ്പോയെന്നുള്ള ജഗതിയുടെ പറ്റി ഇതെടുത്ത് കൊടുക്കണം. എന്താണ് അപമാനിക്കരുത്, എന്താണ് ജീവിതമാണ് എന്നുള്ളത് എന്ത് ചെയ്തു, അത് ഇട്ടാ മതി. സർ, പേടി മാണി അഥവാ ഫേക്ക് മാണിയായ നമ്മുടെ പേളി മാണി വീണ്ടും ഏറെ കയറിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഇറങ്ങിയതാണ് ആള്. പക്ഷേ എക്സ്പ്ലനേഷൻ വീഡിയോയോട് കൂടി പേളി മാണിയുടെ ഒരു തകർച്ചയുടെ അങ്ങേയറ്റം നമ്മൾ കാണുന്നത് 1 ലക്ഷത്തിൽ താഴെ വ്യൂവേഴ്സിലേക്ക് പോലും എത്തിയിരിക്കുന്നു. നമ്മുടെയൊക്കെ ഇത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം 12 ലക്ഷം 7 ലക്ഷം ഒക്കെ അടിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ അറ്റ്ലാസ്റ്റ് ഇട്ട വീഡിയോ വെറും 80K അത്ര മറ്റേ ആയിട്ടുള്ളൂ എന്ന് പറയുന്നത് പേളി മാണിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇടിവാണ്. അതിനിടയിൽ ആദ്യം സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന ആലപ്പി അഷ്റഫിനെ പോലെയുള്ളവർ വരെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അന്ന് രഞ്ജിനി ഹരിദാസ് പറഞ്ഞതായിരുന്നു സത്യം, അല്ലെങ്കിൽ മെറീന പറഞ്ഞതായിരുന്നു സത്യം, പേളി മാണി ഫേക്ക് മാണിയാണെന്ന് ഓരോരുത്തർ സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ വന്ന കമൻറ്റുകളും കൂടി വായിച്ചു നോക്കണമെങ്കിൽ നമുക്ക് വലിയ സങ്കടം തോന്നും. ഈ പണ്ട് മറ്റേ ശോഭനയും മറ്റേ നമ്മുടെ മോഹൻലാലൊക്കെ അഭിനയിച്ച ഒരു സിനിമയുണ്ടല്ലോ, മറ്റേ ആ സിനിമയിൽ മറ്റേ വഴി തെറ്റിപ്പോയിട്ട് പിന്നെ വഴി അറിയാതെ എങ്ങോട്ട് പോളം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഇതുണ്ട്. അപ്പോൾ അതിൽ ഒരു മോഹൻലാൽ ഒരു വല്യമ്മയോട് പറയുന്ന രീതിയുണ്ട്. അതായത് ഇവന് വഴി ചോദിക്കുമ്പോൾ അവർ പറഞ്ഞാലേ ഇവന് മനസ്സിലാവുള്ളൂ. അതിൻ്റെ ദേഷ്യത്തിൽ അവ പറയുന്നൊരു കാര്യമുണ്ട്, വഴി കുത്തിരിക്കാതെ എഴുന്നേറ്റ് പോകാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ പേളി മാണിയോട് ജനം മുഴുവൻ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിപ്പോൾ തിരിച്ചറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നീലക്കുറുക്കൻ ഒന്ന് മഴയത്ത് നിന്നു എന്നുള്ളതല്ലാതെ ഇതിൽ വലിയ പുതുമയുള്ള കാര്യമൊന്നുമില്ല. ഇവരൊക്കെ ഭൂലോക തരികിട ടീമാണെന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയാം. ഇവരുടെ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. ഒരു 1.5 പോസ്റ്റായിരുന്നു. അതായത് എന്താണ്, അതായത് നിങ്ങൾക്ക് ഹർട്ട് ചെയ്യരുത് എന്നാണ് അവർ പറയുന്നത്. ഇവർ പറയണത് ഞാൻ കണ്ട ഇൻസ്റ്റാഗ്രാം റീലുകളിലെല്ലാം തന്നെ മറ്റേ പോലീസ് ഓഫീസേഴ്സും കുട്ടികൾക്കൊക്കെ ഹർട്ടാവുന്നതായിരുന്നു. അപ്പോൾ ഡോണ്ട് ഹർട്ട്, യു ജസ്റ്റ് ഗോ ഹോം. ഇപ്പം നിങ്ങളുടെ ജീവനേക്കാൾ വലുതല്ല ഒരു കാര്യമൊന്നും. യഥാർത്ഥത്തിൽ പണ്ട് മറ്റേ ഗാന്ധിജിയും മറ്റേ ഭഗത് സിംഗും ഒക്കെ ജീവിച്ച കാലത്ത് ഇവരുണ്ടാകാതിരുന്ന നന്നായി. കാരണം ഇതുപോലെയുള്ള ഉടായ്പകളൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്താനെ, ബ്രിട്ടീഷുകാർക്ക് അവരെ ഒറ്റ കൊടുക്കുകയും എന്നിട്ട് എന്ത് ചെയ്യുകയും ചെയ്താനെ, ഗാന്ധിജി മോനെ ഭഗത് സിംഗ് യു ജസ്റ്റ് ഗോ ബാക്ക് ഹോം, ഓക്കെ എന്നിട്ട് സേഫ് ആയിട്ടിരിക്കും, വെറുതെ കണ്ടവന് വേണ്ടി തല്ലുകൊണ്ട് മരിക്കണ്ട എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ഉടായ്പ് തരികിട ആളുകൾ നമ്മുടെ നാട്ടിൽ. അതിനുശേഷം ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എനിക്ക് കമന്റ് ചെയ്തു, ഞാൻ ധീര യോദ്ധാക്കളെയൊക്കെ അല്ലെങ്കിൽ സമരസേനാനികളെയൊക്കെ തുപ്പിയത് പോലെയാണ്, അവരുടെ ഗ്രേവിലേക്ക് ഭയങ്കര സങ്കടമായി, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീണ്ടും എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നുണ്ട്. അല്ല, തുപ്പിയാൽ പോലും കുഴപ്പമില്ല, ഇവർ കൂടെ ചെന്ന് കിടന്നെന്ന് പറയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അത്രയും എന്ന് പറഞ്ഞാൽ ഇവരും കൂടി ആ ഗ്രേവിലുണ്ടെന്ന് പറഞ്ഞാൽ വലിയ നാണക്കേടായി പോയനവർ. കാരണം അവരൊക്കെ എഴുന്നേറ്റ് വന്നാൽ ഇവർ ഇതിൽ പോലും വലിയ തട്ടിപ്പാണ് ഇവർ കാണിച്ചേക്കണം. ഈ എക്സ്പ്ലനേഷൻ വീഡിയോ എന്നല്ല പറയേണ്ടത്, ഇതിൽ യഥാർത്ഥത്തിൽ പറയേണ്ടത് ഇതിൻ്റെ ന്യായീകരണ വീഡിയോ എന്നാണ്. ഇതിൻ്റെ വീഡിയോൻ്റെ ആദ്യത്തെ ഇതെന്തായിരുന്നല്ലോ ടൈറ്റിൽ, ഐ ആം സോറി എന്നായിരുന്നു ടൈറ്റിൽ. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അരമണിക്കൂർ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഐ ആം സോറി എന്ന് പറഞ്ഞാൽ ഞാനെന്താ തെറ്റ് ചെയ്യുന്നാവൂലേ. അപ്പോൾ അങ്ങനെ വേണ്ടെന്ന് വെച്ച് ഇവരെന്ത് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഫേക്ക് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു സമയത്ത് മനുഷ്യൻ ജെനുവിനാവൂലേ, അതുപോലും ജെനുവിനാകാതെ 21 മിനിറ്റ് വരുന്ന ഫേക്ക് ആയിട്ടാണ് ഇവർ പറയണേ എല്ലാ പാർട്ടികളോടും എനിക്ക് ഇഷ്ടമാണ്, എല്ലാ പാർട്ടികളിലും എൻ്റെ സുഹൃത്തുക്കളുണ്ട് എന്ന് പറഞ്ഞാൽ തല്ലുന്നവരിലും ഇവരുടെ സുഹൃത്തുക്കളുണ്ട്. ഇവർക്ക് ഒരു വാക്ക് പറഞ്ഞൂടെ എൻ്റെ ഐശ്വര്യം? അതാണ് എൻ്റെ അത്ഭുതം. ഇവർ പറയാൻ പാടില്ല ആ കുട്ടികൾ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരാണ്, അവർ തല്ലാതിരിക്കുന്നൊരു വാക്ക് പറയാൻ പാടില്ല. അത് ഇവർക്കില്ല. പിന്നെ ഇവർ പറഞ്ഞ അടുത്തോട് ഉടായിപ്പെട്ട എന്താണെന്നറിയാം, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മറ്റു പല പ്രശ്നങ്ങളൊക്കെ വന്നു, അതായത് ഇവർ അക്രമ സംഭവങ്ങളിലേക്കൊക്കെ വന്നിട്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യല്ലേ, മറ്റേ ഇവർ ഉയർത്തുന്ന യഥാർത്ഥ ആവശ്യം മുങ്ങിപ്പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിയാണ്. എന്തിവിയെ ശരിക്കും പറഞ്ഞ് ചോദിക്കണ്ടേ, എന്ത് പ്രഹസനമാണ് സജി എന്നുള്ളതിന് പകരം ഇനി ഇവരുടെ പേരാക്കുക, അല്ലാതെ വേറെ ഒന്നും എന്ത് ചെയ്യാനില്ല. എന്നിട്ട് വേറൊരു പോസ്റ്റ് ഞാൻ കണ്ടു, അത് കണ്ടിട്ട് എനിക്ക് ചിരിച്ച് മരിക്കായിരുന്നു. അതായത് നിങ്ങൾ ഒരിക്കലും ശ്രീനിയെ മനസ്സിലാക്കിയിട്ടില്ല, ഇപ്പം തൽക്കാലം നിശബ്ദമായിട്ടിരിക്കുകയാണ്. ഇനി ശ്രീനി ഭാര്യയ്ക്ക് വേണ്ടി പടപൊരുതാൻ ഇറങ്ങിയാൽ നമ്മളെല്ലാം ഭസ്മമാകും. ആരാണ്
പിന്നെ ഈ ഇതുപോലെയുള്ള കൂതറകളെയൊക്കെ കാണുന്ന ആളുകളെ നോക്കിയാൽ മതി എന്ന് എനിക്ക് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ അവരെയാണ് വള്ളിച്ചൂരിലടിക്കുന്നത്. കാരണം കാണുമ്പോൾ തന്നെ നമുക്കറിയാം വെറും തക്കിട തരികിട പണികളാണ്. അതായത് മറ്റേ ഷിയാസ് കരീമിന്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് മിഠായി മേടിക്കുന്നു, ചോക്ലേറ്റ് മേടിക്കുന്നു, സ്വീറ്റ്സ് മേടിക്കുന്നു, എന്നിട്ട് അവിടെ കൊണ്ടുപോകുന്നു. ഒരു ഫേക്ക് ആയിട്ടുള്ള ക്യൂട്ട്നെസ്. ഇവർക്കൊന്നും ഒന്നിനോടൊരു ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. പിന്നെ അതിലൊന്നും ഈ ലോകത്ത് അത്ഭുതമില്ല. കാരണം ഈ നാട്ടിൽ കിടക്കുന്ന പ്രശ്നങ്ങളെയും അതിനോടൊന്നും പ്രതികരിക്കാതെ വളരെ സിമ്പിളായിട്ട് മറ്റേ സ്വന്തം കാര്യം മാത്രം നോക്കി എന്താണ് ഞാനും മറ്റേ എൻ്റെ കുഞ്ഞമ്മയും പിന്നെ കരിക്കിട്ട് കുടിക്കാനായിട്ട് മറ്റേ ഒരു കരിക്ക് തെങ്ങുമ്മ കയറുന്ന ആളും മാത്രം മതി എന്ന് വിചാരിക്കുന്നത് ഇതുപോലെയുള്ള ഒരുപാട് അലവലാദികൾ നമ്മുടെ നാട്ടിൽ. നമ്മുടെ ലാസ്റ്റ് പറഞ്ഞ മറ്റേ സന്തോഷ് വർക്കി അയാൾ പറഞ്ഞതുപോലെ ഒരു വിവരം ഇല്ലാണ്ടിരിക്കുന്ന ആറാട്ടെണ്ണനാന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്. കഷ്ടിച്ച് 10ാം ക്ലാസ് വയസ്സായ പേളിക്ക് ഇതിനെപ്പറ്റി നീറ്റ് പരീക്ഷ എന്താന്ന് പോലും അറിയാൻ പറ്റില്ല. 10ാം ക്ലാസ് ഒന്നുമല്ല, ഇതിൽ അങ്ങേയറ്റത്ത് 10ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ പാസ്സായി ഒരുപാട് ഒരു നാട്ടിലുണ്ട്. അവരൊന്നും നമ്മൾ ജീവിക്കരുത്. അവരൊക്കെ നല്ല മര്യാദക്കാരായിട്ടുള്ള ആളുകൾ, മറ്റുള്ളവർ ഉപദ്രവിക്കുന്നതിരിക്കണം, മറ്റുള്ളവൻ്റെ സങ്കടങ്ങളിൽ പങ്കുചേരണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇതങ്ങനെയല്ല. ഇതാര് ശരിക്കും പറഞ്ഞാൽ ആർക്കെന്ത് സംഭവിച്ചാലും ശരി, ഞാനും എൻ്റെ പിള്ളേരും ഒക്കെ എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കി വെച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന കേസാണ്. മനസ്സിലായ? അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു കാര്യമില്ല. പിന്നെ താങ്കൾ പറഞ്ഞ മറ്റേ പെങ്കൊച്ചിൻ്റെ എന്താണ് മെറീന മൈക്കിൾ. മെറീന മൈക്കിളിൻ്റെയൊക്കെ കേസിൽ അന്ന് മെറീന മൈക്കിൾ പറയുമ്പോൾ തന്നെ എനിക്കറിയാം ശരിയാണ്. പിന്നെ മെറീന മൈക്കിൾ വേറൊരു കാര്യം വന്നിട്ടുണ്ട്, അത് മിക്കവാറും ഈ പുള്ളിക്കാരിയായിരിക്കും. ഒരു കാറിൽ കയറി പോകുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ഒരു കാറിലേക്ക് വന്ന് കയറുമ്പോഴത്തേക്കും പറഞ്ഞാൽ ഡോർ അടച്ചിട്ട് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. മിക്കവാറും ഈ പുള്ളിക്കാരിയായിരിക്കും. മനസ്സിലായി? അതായത് മെറീന മൈക്കിൾ ഉള്ളത് കൊണ്ട് മാത്രം കാറിൽ കയറിയില്ല എന്ന് ഇവളൊക്കെ ആരാണെന്ന് ഇവരുടെ വിചാരം. സത്യം പറയണമെങ്കിൽ ഉണ്ടല്ലോ, ഇവരൊക്കെ കംപ്ലീറ്റ് ബോയ്ക്കോട്ട് ചെയ്ത് ഇവരുടെ വരുമാനം മുട്ടിക്കണം. സത്യത്തിൽ ഇപ്പം ഈ ചേച്ചി വന്നേക്കണത് എന്തിനാണെന്നറിയാമോ? ചേച്ചി വന്നേക്കണ ഒറ്റ കാര്യത്തിനാണ്. 4-5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പോയി, വരുമാനം ചെറുതായിട്ട് കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു ന്യായീകരണം മേടിക്കണം. അല്ലാതെ ഇതിനൊന്നും ഒരു ആത്മാർത്ഥതയും ഇല്ല. ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ന്യായീകരണത്തോടു കൂടി ഇവർ 101% ഫേക്കാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു, ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തെറി വിളിച്ചവരൊക്കെ എന്ന് വെച്ചാൽ മെറീനയുടെ വീഡിയോ പുറത്ത് വന്നപ്പോഴും രഞ്ജിനി ഹരിദാസ് ഇവർക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസിൽ ഞാൻ അകത്ത് കണ്ട പേളി വേറെ ആരോ ആയിരുന്നു. സത്യത്തിൽ ഇവർ സത്യസന്ധയാണെങ്കിൽ ഇവർ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു അത് പറഞ്ഞാൽ ഞാനടക്കം ഇവരുടെ വീഡിയോ 2 വേണമെങ്കിൽ കാണും. 2 കാണുന്നത് എന്നെ കൊല്ലുന്നതിന് തുല്യമാണ്. പക്ഷെ 2 ഞാൻ കാണും. ഒരൊറ്റ എത്ര ചില്ലറ കിട്ടി, ഈ പോസ്റ്റിന് എത്ര കിട്ടി? ഈ പോസ്റ്റ് പേളി എഴുതിയതേ അല്ല. ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നു, ഈ പോസ്റ്റ് പേളി എഴുതിയതല്ല. പേളിയുടെ ഫോൺ നാളെ വന്ന് ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി ഇത് എവിടെ നിന്ന് വന്നെന്ന് അറിയാൻ പറ്റും. ഇതിൻ്റെ സംഭവം എന്താണെന്ന് എനിക്കറിയാമോ? ഇതിൻ്റെ യാഥാർത്ഥ്യം ഈ സമരം പിടിവിട്ടുപോയി. ഗവൺമെൻറ്റിന് മനസ്സിലായി. ഗവൺമെൻറ് ആണെങ്കിൽ മാധ്യമങ്ങൾ ഞങ്ങളുടെ കയ്യിൽ പ്രതിപക്ഷത്തെ തകർത്തു, ആം ആദ്മി പാർട്ടിയെ തകർത്തു, മറ്റേ ഇവരെ തകർത്തു, എല്ലാവരെയും തകർത്തു, ഇനി ആരുമില്ല, ഞാൻ രാജാവ് എന്നും പറഞ്ഞ് അവരിങ്ങനെ ഇരിക്കുമ്പോഴാണ് നോക്കുമ്പോഴത്തേക്കും കുറേ പിള്ളേർ എന്ത് ചെയ്യണം. അവരെയാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിട്ടോ വേറെ ആളുകളെ വിട്ടോ ഒന്നും പേടിപ്പിക്കാനും പറ്റൂല. അവർക്ക് എന്ത് ഇൻകം ടാക്സ്, അവർക്ക് എന്ത് ഈ ഒന്നുമില്ലാത്തവരോട് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ്റെ കയ്യിൽ ഒന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ അവൻ വന്ന് ഫൈറ്റ് ചെയ്തപ്പോൾ ഇവരുടെ പിടിവിട്ടുപോയി. ഇവരെന്താ ചെയ്തതെന്ന് അറിയാം താങ്കൾക്ക്? ഇവർ ഈ ഇന്ത്യയിലെ കുറേ ഇതുപോലെയുള്ള കേളിമാണി കൂളിമാണിയൊക്കെ പോലെയുള്ള ആളുകൾ ഇൻഫ്ലുവൻസേഴ്സ് നോക്കി. അതെന്താണെന്ന് വെച്ചാൽ അവരാണ് ഈ ജെൻസിയെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളെന്ന് കണ്ടിട്ട് 1 ലക്ഷമുള്ള ഇൻഫ്ലുവൻസർക്ക് 20,000 ഓഫർ ചെയ്തു. 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്യൂസ് വേണ്ട 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് എന്ത് ചെയ്തു? 20,000. അടുത്തവർക്ക് 35,000. 2-2.5 ലക്ഷം ഉള്ളവർക്ക്. അങ്ങനെ കൂടി അപ്പൊ പേളിക്ക് എത്ര ഓഫർ ചെയ്തിട്ടുണ്ടാവും? ഒരു 5 ലക്ഷത്തിൽ പരം 6 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. കാണുന്ന വീഡിയോ കാണുന്ന 10-17 ലക്ഷം ആളുകളാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഏറ്റവും നല്ല ക്യാച്ചാണ് പേളി. അങ്ങനെ എഴുതി കൊടുത്ത സാധനമാണ് ഏത്? അതിൽ ആ എഴുതി കൊടുത്ത സാധനത്തിലാണ് മറ്റേത് വിടുന്നത്. നിങ്ങളുടെ വിഷയങ്ങൾ യാഥാർത്ഥ്യമാണ്, പക്ഷെ അത് മറ്റേതിനകത്ത് മുങ്ങിപ്പോലെ പിന്നെ പ്ലസ് എന്താണ് നിങ്ങൾ നിങ്ങൾ ഹട്ടാവരുത്, ഗോ ഹോം, വേറെ വീട്ടിൽ പോയിരിക്കുക. ഇത് കട്ടെ 10-22 പിള്ളേര് മരിച്ചു, അതൊന്നും കുഴപ്പമില്ല. ചെറിയ പിള്ളേര് നമ്മുടെ വീട്ടിലൊന്നും അല്ലല്ലോ, കുഴപ്പമില്ല ചേച്ചി, അതൊന്നും പ്രശ്നമില്ല. നമുക്ക് വരുമാനം കിട്ടിയിട്ട് നമ്മൾ ചെക്കോസ്ലാവാക്യയിലും മറ്റേ ഫിലാഡൽഫിയയിലും ഒക്കെ ചെന്ന് എന്ത് ചെയ്താൽ മതി? മറ്റേ കേക്ക് കഴിച്ച് ജീവിക്കുക. മറ്റേ പണ്ട് സീതിപാകരം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അരിയില്ലെന്ന് പറഞ്ഞെങ്കിൽ പാലും മുട്ടയും കഴിക്കും. അരിയില്ലാത്തവരെങ്ങനെയാണ് പാലും മുട്ടയും കഴിക്കുന്നത്? അപ്പൊ പുള്ളിക്കാരി ഇത്രയും കൂടി പറയേണ്ടതുള്ളൂ, അരിയില്ല കുഴപ്പമില്ല, ബർഗറൊക്കെ ജീവിച്ചാൽ പോലെ ആ ജീവിക്കാന്ന് പറയുന്ന കേസ്. ആ കേസിൽ പുള്ളിക്കാരി എന്ത് ചെയ്തു? ഇത് പോസ്റ്റ് എടുത്ത് എന്ത് ചെയ്തു? പോസ്റ്റ് രാത്രി 11 മണിയായപ്പോൾ പോസ്റ്റ് എടുത്ത് അങ്ങ് ഇട്ടു.
അപ്പോൾ പോസ്റ്റ് എടുത്തിട്ട് പുള്ളിക്കാരി പറഞ്ഞ കുറേ പേര് എൻ്റെ സൈലൻസിനെ ചോദ്യം ചെയ്തു ഒന്നും ആരും ചോദിച്ചില്ല. ഒരാളും ചോദിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ വാ തുറക്കാതിരിക്കുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവർക്ക് യാതൊരു ബോധ്യമോ ഒന്നും. ഇവരുടെയൊക്കെ എന്ത് അഭിപ്രായമാണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ്. അല്ല, ഇവരുടെ ഒന്നും ഒരു അഭിപ്രായത്തിന്റെ ആവശ്യമില്ലെന്നേ. ഇവരുടെ ഒന്നും അഭിപ്രായം. ഇപ്പൊ സുകുമാർ അഴീക്കോടും മോഹൻലാലും തമ്മിൽ അടിയണ്ടായിട്ട് ലാസ്റ്റ് സുകുമാർ അഴീക്കോട് ജയിച്ചു. കാരണം മോഹൻലാൽ അറിയാം പുള്ളി ഇവിടെ ഇലക്ഷൻ നിന്ന വോട്ടൊന്നും കിട്ടുന്നില്ല. ഏത് മോഹൻലാൽ? അപ്പൊ പിന്നെ കേളിമാണിയുടെ കാര്യം പറഞ്ഞു. കേളിമാണിയുടെയൊക്കെ മുടി മറ്റേ വളഞ്ഞിരിക്കണം, പക്ഷെ അതിനേക്കാളൊക്കെ ഭയങ്കര വളവാണ് അവരുടെ സ്വഭാവത്തിൽ. അതായത് വിളവനാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് കേളിമാണി. ഇതുകൊണ്ട് ഇപ്പൊ എന്തായാലും പണി കിട്ടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ മിക്കവാറും ചെക്കോസ്ലാവിയൊക്കെ മിക്കവാറും അടുത്ത KSRTC ബസ്സിന് കയറിയിട്ട് ഇങ്ങോട്ട് അതും സോളോ ട്രിപ്പാണ് പോയിരിക്കുന്നത്. അവിടെ കിടന്ന് കരയുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്. നേരത്തെ പേളി കരഞ്ഞ നാട്ടുകാർ കൂടെ കരയുമായിരുന്നു. കമന്റ് ബോക്സ് നിറച്ച് കരച്ചില്ല. ഇനിയിപ്പോ അടുത്ത ഫ്ലൈറ്റ് പോലും നിൽക്കൂല. വല്ല KSRTC ബസ് അവിടെ ഉണ്ടെങ്കിൽ അതും പിടിച്ചിട്ട് നേരെ ഇങ്ങാട് എന്ത് ചെയ്യും. കാരണം വരുമാനം കിട്ടുമെന്ന് ഭയങ്കര കരച്ചിലാണ് അവിടെ. സഹായത്തിന് വേണ്ടി ശ്രീനിയെ വിളിക്കുന്നു, ഹെൽപ്പ് ശ്രീനി എന്നൊക്കെ പറഞ്ഞുള്ള കോള്. പിന്നെ ഇതെന്താ ആവശ്യമെന്ന് വെച്ചാൽ മറ്റേ ദുബായിലൊരു ഫ്ലാറ്റ് മേടിച്ചു. അപ്പൊ കുറച്ച് ചില്ലറയിലൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ ആവശ്യത്തിന് ഈ ചില്ലറ ഇന്ന് മേടിച്ചപ്പോൾ പുള്ളിക്കാർ വിചാരിച്ചില്ല ഇത്രയും വലിയ പണി ഇവിടെ കിട്ടുമെന്ന് വിചാരിച്ചില്ല. മനസ്സിലായി? അതുകൊണ്ട് ലേലു അല്ലു എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ മറ്റേ കാശ് മേടിച്ച് തിന്നുപോയതുകൊണ്ട് മുഴുവനായിട്ടും തള്ളി പറയാനും പറ്റില്ല. അതാണ് പറയണത്. എനിക്ക് എല്ലാ പാർട്ടിക്കാരോടും എനിക്ക് ഇഷ്ടമാണ്, സാഫ്രാൻ കളർ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ പുള്ളിയൊക്കെ അഹങ്കാരം ഒന്ന് ആലോചിച്ച് നോക്കി. പരാജയപ്പെട്ട ഡയറക്ടറാണെന്ന് ആര്? ഫെയിൽഡ് ഡയറക്ടർ സിബി മലയിലെ. പക്ഷെ അതങ്ങനെ സിബി മലയിലെ തന്നെയാണോ പറഞ്ഞത്? മകൻ അത്രയും വലിയ അല്ല, മകൻ ഏത് സിനിമ എടുത്തേക്കണം? താങ്കൾ ഒരു ഓട്ട മത്സരത്തിൽ ഓടിയാലല്ലേ താങ്കൾ ഓട്ട മത്സരത്തിൽ തോറ്റു എന്ന് പറയാൻ പറ്റുള്ളൂ. പകരം ഏത് സിനിമ എടുത്തേക്കണം? സിനിമ എടുത്തിട്ടില്ല. പിന്നെ പരാജയപ്പെട്ട ഡയറക്ടർ അവിടെ എങ്ങനെയാണ്? പകൽമാരെ നമുക്ക് പറയാം പരാജയപ്പെട്ട ഡയറക്ടറാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ പുള്ളി ഞാൻ പറഞ്ഞാൽ അങ്ങനെ പറയണത് തെറ്റാണ്. പക്ഷെ എങ്കിലും പറയാം ഒരു സിനിമ എടുത്തത് വിജയിച്ചില്ലെന്ന് പറയാം. ഇതെവിടെ? ഇത് ഉദ്ദേശിച്ചേക്കണ പുള്ളീനെ തന്നെയാണ്. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ആ ചതുമേ കിടന്ന് പെഴുകി ഞാൻ ഭയങ്കര ഫാനാണ്, എത്ര ലെജൻഡാണ്, എത്ര മണ്ണാങ്കട്ടയാണ്, എത്ര തേങ്ങയാണ്, മാങ്ങയാണ്, എത്ര മാമ്പഴമാണ്, എത്ര പുളിയാണ്, എത്ര ഇഞ്ചിയാണ്, കടുകാണ്. എൻ്റെ പൊന്നു വേളിമാണി, ഈ വേഷം കെട്ടൊന്നും കൊണ്ട് ഇവിടെ എന്ത് ചെയ്യണ്ട. മലയാളികൾക്കൊക്കെ ഞങ്ങളുമൊക്കെ അരിഭക്ഷണം തന്നെ കഴിക്കണം. ചെറുതായിട്ട് താങ്കളെപ്പോലെ പിസയും ബർഗറും ഒന്നും അല്ല, പക്ഷേ ചെറുതായിട്ട് കഴിച്ച് നമ്മൾ ജീവിച്ചോളാം. അപ്പോൾ അതുകൊണ്ട് ഈ വേഷം കെട്ട ആളുകൾക്ക് മുഴുവൻ മനസ്സിലായി. അതുകൊണ്ട് പേളിമാണിയുടെ കട്ടയമ്പടവും മടങ്ങി പിന്നെ അല്ല തിരിച്ചു വരും. കാരണം കുറച്ച് കഴിയുമ്പോൾ ജനം ഇതൊക്കെ മറക്കും. എന്നിട്ട് ഈ വേളാങ്കീക്കലൊക്കെ കാണുന്നത് ഞാൻ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. പഴംപൊരി ഉണ്ടാക്കും, അല്ലെങ്കിൽ ബിരിയാണി, സ്പെഷ്യൽ ബിരിയാണി. കുഞ്ചാക്കോ അവനോട് മറ്റേ തുണിവെക്കി കാണിക്കാൻ പറയും. കണ്ട് തുണിവെക്കി കാണിച്ചിട്ട് ചിരിക്കും. അതുപോലെയുള്ള കുറെ വേഷം കെട്ടുകളൊക്കെ അവര് ഭയങ്കര ക്ലെവർ ആണെന്നുള്ളത് അവർ ബിഗ് ബോസിൽ തന്നെ തെളിയിച്ച കാര്യമാണ്. അതിനകത്ത് വെച്ച് നിസ്സാര ദിവസങ്ങൾ കൊണ്ടാണ് അവർക്കൊരു പ്രേമം മുട്ടിട്ടത്. രഞ്ജിനി ഹരിദാസ് അന്ന് തന്നെ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമൊക്കെ ഡിസൈഡ് ചെയ്യുമ്പോൾ അവർ ഇമ്മച്ചുവർ ആവരുതായിരുന്നു. ഇത്രയും പുറത്ത് വന്നതിന് ശേഷമാണ് ഇത്തരം ജീവിതമൊക്കെ തീരുമാനിക്കേണ്ടത്. അവരന്ന് പറഞ്ഞു ഇവര് ഫേക്കാണ്. ഞാൻ പുറത്ത് കണ്ട പേളിമാണി അല്ല അകത്ത്. മിനിറ്റുകൾ കൊണ്ട് സ്വിച്ച് ചെയ്ത് സ്വഭാവം മാറുന്ന പേളിമാണിയാണ് ഞാൻ അകത്ത് കണ്ടത്. അന്ന് രഞ്ജിനി ഹരിദാസിനെ പൂരത്തെറിയായിരുന്നു കമന്റ് ബോക്സിൽ നാട്ടുകാര്. അല്ല, രഞ്ജിനി ഹരിദാസ് കുറച്ചും കൂടി എന്താണ് വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്കെങ്കിലും സത്യം പറയും. ഇതങ്ങനെ പോലും എന്തില്ല. രഞ്ജിനി ഹരിദാസ് ഞാൻ പറയുന്നില്ല, ചില സമയം പ്രത്യേക സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് വീഡിയോ കമന്റ് അയച്ചിട്ടുണ്ട്, രഞ്ജിനി ഹരിദാസിന്റെ ഒരു വീഡിയോ ചെയ്യണം ചക്രവർത്തി. രഞ്ജിനി ഹരിദാസ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് പിടിവിട്ടു പോകുന്ന ഒരാളാണ്. ഞാൻ വണ്ടി എടുക്കുമ്പോൾ രഞ്ജിനി ഹരിദാസ് ഒന്ന് വണ്ടി എടുത്തിട്ടുണ്ട്, അതേ ഷോറൂമിൽ നിന്ന് ഹോണ്ട സിറ്റിയൊക്കെ. അപ്പൊ ആ സമയത്തൊക്കെ തന്നെ രഞ്ജിനി അവിടെ വന്നിരിക്കും. അപ്പൊ രഞ്ജിനിയുടെ ഒരു ക്യാരക്ടറിൽ എന്ന് പറഞ്ഞാൽ രഞ്ജിനിക്ക് അങ്ങനെ 100% ഫേക്ക് ആകാൻ പറ്റില്ല. കാരണം നമ്മളോട് വളരെ ഇഷ്ടത്തോടെയൊക്കെ സംസാരിക്കുമ്പോഴും ഇടക്ക് രഞ്ജിനിയുടെ പിടിയൊക്കെ വിട്ട് ചിലപ്പോൾ എന്ത് ചെയ്തു. രഞ്ജിനി സത്യത്തിൽ എനിക്ക് ചോയ്സ് പഠിക്കും പോലും രഞ്ജിനിനെ എന്ന് പറഞ്ഞാൽ എന്നെ ഇപ്പം രഞ്ജിനി ഓർക്കുന്നുണ്ടാവില്ല, പക്ഷെ എനിക്ക് രഞ്ജിനെ അറിയാം. കാരണം ഇവർ ആ രവിപുരം അമ്പലത്തിലോ അവിടെയാണ് ഇവർ വീട്ടിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്, ചോയ്സ് പഠിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ രഞ്ജിനിയുടെ ഒക്കെ ക്യാരക്ടറിലെന്ന് പറഞ്ഞാൽ ചിലക്ക് രഞ്ജിനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും, ചിലപ്പോൾ ഭയങ്കര സ്നേഹം വരും, സങ്കടം വരും, അങ്ങനെ പല വികാരങ്ങളും പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ പുള്ളിക്കാരിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ക്യാമറ ഓൺ ചെയ്ത പുള്ളിക്കാരി ഇന്റർനാഷണൽ ഫേക്കാണ്. അതിൽ പുള്ളിക്കാരിയെ വെട്ടാൻ വേറൊരാൾക്കും പറ്റില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്ക് ബിലീഫ് എന്ന് മോഹൻലാൽ എപ്പോഴും പറയുമ്പോൾ ഞാൻ പേളീനെ വിചാരിക്കാറില്ല. കാരണം നമ്മളെ വെറുതെ കള്ളത്തരം കാണിച്ച് വിശ്വസിപ്പിക്കണം. എന്നാൽ അഭിനയിക്കാൻ അറിയാൻ പാടില്ല കേട്ടോ. കാരണം അഭിനയിക്കാൻ അറിയാൻ പാടില്ലെന്ന് ഇപ്പോൾ ഈ ലാസ്റ്റത്തെ വീഡിയോയിലൂടെ തകർന്നടിഞ്ഞു, മനസ്സിലായി. പിന്നെ ഇവർ 4-5 പേരെ ഇരുത്തി ഇവരുടെ കൂടെ വർക്ക് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ അഭിപ്രായം വരാനിരിക്കണുള്ളൂ, അതൊക്കെ കേൾക്കണം. 2 പേര് ഇപ്പോൾ ഓൾറെഡി വന്നു. 2 പേര് വന്ന്, ഞാനിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ഇവരുടെ മറ്റേ ഭയങ്കര ലക്ഷറി, നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കൊരു കുഴപ്പമുണ്ട്.
ഈ ലക്ഷറി ലൈഫൊക്കെ ഉണ്ടാകുന്ന നമുക്ക് ഭയങ്കര രോമാഞ്ചവും മനസ്സിലായി. ഈ സീരിയലൊക്കെ കാണുന്ന ഒരാളോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെ ഇത് കാണാമെന്ന് ചോദിച്ചു. നമ്മുടെ വീട്ടിൽ ഇത്ര സൗകര്യം ഇല്ല സാറേ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും. ഞാനൊരു നമ്മുടെ എൻ്റെ കൂടെ ഉണ്ടായ ഡ്രൈവറിനെ വീട്ടിൽ ചെന്നപ്പോൾ അവരോട് ഞാൻ വെറുതെ ചോദിച്ചു നിങ്ങൾ എങ്ങനെ സീരിയൽ കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ് അല്ല സാറേ നമ്മൾ ഇങ്ങനെയൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഈ പേടിമാരുടെയൊക്കെ രീതി ഇതാണ് കാര്യം. പിന്നെ സ്വന്തം വീട്ടിൽ നിന്ന് കൊച്ചുങ്ങളൊന്നും ഇതുപോലെ നീറ്റ് പരീക്ഷയിൽ ആത്മഹത്യ ചെയ്യാത്തതുകൊണ്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും ഇതുപോലെ എന്ത് ചെയ്യുക. പിന്നെ സാഫ്രൺ കളറാണ് എനിക്കെന്ന് ഞാൻ അതിൻ്റെ അർത്ഥം മനസ്സിലായ ചെറുതായിട്ട് നൈസായിട്ട് മറ്റേ കാശ് മേടിച്ചതിനോട് കൂറ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ് ഇപ്പോഴും മെഴുകിക്കൊണ്ടിരിക്കണം. എന്നിട്ട് മറ്റേ 8ാം ക്ലാസ്സിലെ ടീച്ചർ വന്ന് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോണ പോലെ പുള്ളിക്കാർ ആദ്യം ഇംഗ്ലീഷ് വായിക്കും, എന്നിട്ട് എല്ലാം എന്ത് ചെയ്യും നമ്മളോട് ഇരുന്ന് മെഴുകി പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾക്കൊക്കെ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം, പക്ഷെ താങ്കൾ അത്ര ഉടായ്പ എന്ത് ചെയ്യാൻ പാടില്ല. എന്നാലും കയ്യിൽ നിന്ന് പോയി പിടിച്ച് നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടും. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പുതിയ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജനമല്ലേ അതൊന്നും പേടിക്കാനില്ല. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ മറക്കും, കുറച്ച് കഴിയുമ്പോൾ മറന്ന് ഇത് മറ്റേ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ ആര് ഹർട്ടാവരുത്, ഒരു ഹർട്ടാവരുത്, ആര് സോൾജേഴ്സ് ഹർട്ടാവരുത്, ഇന്ത്യൻ പൗരന്മാർ ഹർട്ടാവരുത്. മറ്റേ പുള്ളിക്കാരി പറഞ്ഞത് വാചകം കേട്ടിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്താന്ന് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പല അടുത്തുള്ള പല ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ തലക്കെട്ടടിക്കാൻ വേണ്ടി. കാരണം എന്ന് വെച്ചാൽ ഇവർ പറയുന്ന ഒരു വർത്താനം ഉണ്ട്, എന്താണെന്നറിയാമോ, സ്റ്റുഡൻസ് ഹർട്ടാവരുത്, മറ്റേ പോലീസുകാർ ഹർട്ടാവരുത്, ഒരു ഇന്ത്യൻ പൗരന് ഹർട്ടാവരുത്. അപ്പൊ ഇന്ത്യയിലെ മൃഗങ്ങളോ അത് വിട്ടു അല്ല അടുത്ത വീഡിയോയിൽ അതും കൂടി ഉൾപ്പെടുത്തിക്കോന്ന് പറയാം. ഒരു ഇന്ത്യയിലെ പട്ടികളും പൂച്ചകളും മറ്റേ പന്നികളും വരെ എന്ത് ചെയ്യരുത്, ഹർട്ടാവരുത്. ഇനി കോഴിയുടെ ഒക്കെ പിന്നെ അടുത്ത തവണ പറയുമായിരിക്കും. എന്തൊക്കെ വേഷം കെട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആര് ഹർട്ടാവരുത്, യു ജസ്റ്റ് ഗോ ഹോം. എന്നിട്ട് പറയുന്നത് അടുത്ത വാചകം അറിയാമോ, യു ജസ്റ്റ് ഗോ ഹോം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അവർ ഹർട്ടാകാതിരിക്കാൻ സേഫായിട്ടിരിക്കാൻ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, അല്ലാതെ വീട്ടിലേക്ക് പോകൂ എന്ന് നിർത്തിപ്പോകൂ എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ പറയാൻ അല്ല വളരെ വലിയൊരു സെന്റൻസ് ഉണ്ട്, അത് കേൾക്കണം. അങ്ങനെ പറയാൻ ഐ ആം നോ ബഡി അവിടെ പോസ്റ്റ് ചെയ്ത്. അപ്പൊ എന്താണെന്ന് അറിയാമോ, എനിക്ക് തോന്നുന്നത് നോബഡിയുടെ കൂടി കാശ് മേടിച്ചിട്ടുണ്ട് തോന്നുന്നു. മറ്റേ ദൃശ്യ സിനിമയിൽ മറ്റേത് ഉൾപ്പെടുത്തിയ പോലെ ഈ വീഡിയോ എന്തായാലും ആളുകൾ കാണുമെന്ന് ഉറപ്പാണല്ലോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഐ നോബഡിയുടെ പൃഥ്വിരാജ് ചില പ്രൊഡക്ഷൻ ടീമിൽ ആരെങ്കിലും ഒക്കെ ഹാരിസൊക്കെ വിളിച്ചിട്ട് ചില പറഞ്ഞിട്ടുണ്ടോ. എന്തായാലും ഈ വീഡിയോ മെഴുകി നാണം കെടാനുള്ള വീഡിയോ ആണെന്ന് പൃഥ്വിരാജിനൊക്കെ അറിയാം. ഇപ്പൊ തന്നെ വിളിച്ചു ഇത് ചെയ്യണതിന് ഒരു 5 കൂടി കൊടുത്താൽ ഇതും കൂടി ശരിക്കും പറഞ്ഞാൽ അത് നോബഡി. അപ്പോൾ അതും കൂടി തിരികെ കയറ്റി എന്നിട്ട് മോണിറ്റൈസേഷൻ ഒക്കെ ഓണാക്കി അതിൽ നിന്നുള്ള കാശും കൂടി വെച്ചിട്ട് ഇപ്പോൾ അവിടെ നിന്ന് ഫ്ലൈറ്റും കയറി പുള്ളിക്കാരി എന്ത് ചെയ്യും. നിങ്ങളൊരു കാര്യം ആദ്യം തന്നെ ഇവിടുത്തെ പുതിയ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കണം, യാതൊരു ബുദ്ധിയും ബോധവും വിവരവും ഇല്ലാത്തവരുടെ വീഡിയോ കാണുന്നതിനൊന്നും കുഴപ്പമില്ല. അതൊക്കെ ഒരു എൻ്റർടൈനിങ് പർപ്പസിന് വേണ്ടി മാത്രം എന്ത് ചെയ്യണം, കണ്ടിട്ട് വിടണം. അല്ലാതെ അവർ മഹത്തരമായ ആദർശങ്ങളിൽ ജീവിക്കുന്നവരാണെന്നും അവർ ഇന്ത്യൻ ജനതയിൽ 23 കുട്ടികളും 93 കുട്ടികളും ഒക്കെ കൊല്ലപ്പെട്ടു പോയതിൽ അവർ വേദനിക്കുമെന്നും അവർ ഗവൺമെൻറ്റിനെതിരെ ഏതെങ്കിലും നിലപാടെടുക്കുമെന്നും വിചാരിച്ചു കളയരുത്. കാരണം അവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറ്റേ ഇൻകം ടാക്സിന്റെ അന്വേഷണം വന്നിട്ട് നിൽക്കണേ. പിന്നെ മൻ കി ബാത്തിൽ പോയി പങ്കെടുത്ത ഒരാളാണ് ഈ ഗവർണർ രാജഭവനിലെ. അപ്പോൾ ഇതുപോലെയുള്ള പല അഭ്യാസങ്ങളൊക്കെ കാണിച്ച് ഈ നാട്ടിൽ ഒരുപാട് പേര് അങ്ങനെയുള്ളവരുണ്ട്. അവരെ സംബന്ധിച്ച് അല്ല ഏറ്റവും വലിയ തമാശ ഞാൻ നമ്മളോട് പറയാം. എന്നെ ഒരാൾ അത്ഭുതത്തോടുകൂടി നോക്കിയിട്ട്, ഞാനൊരു ഗവൺമെൻറ് സെക്ടറിൻ്റെ ഭാഗമായിരുന്നു കുറച്ചു കാലമായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ടർ ഇങ്ങനെ വന്നു. അപ്പോൾ കോൺട്രാക്ടർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു റൂമിനകത്ത് ഇരിക്കുകയാണ്. ഇപ്പോൾ ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ഉണ്ട്, ഞാനിപ്പോൾ പോസ്റ്റ് പോയതാണെന്നൊന്നും പറയുന്നില്ല. ഞാനിങ്ങനെ ഇരിക്കുകയാണ്, എന്നെ വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. പുള്ളി പിന്നെയും പോയിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയും വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ 2 വട്ടം 3 വട്ടമായപ്പോൾ എനിക്ക് എന്തായിട്ടാ ഇങ്ങനെ നോക്കണം എന്താണെന്ന് വെച്ചാൽ പുള്ളി പ്രായമുള്ള ഒരാളാണ്. അല്ല എനിക്കൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാനുണ്ട്, അത് ചോദിക്കണോ വേണ്ടെന്നുള്ള ടെൻഷനിലായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അല്ല നിങ്ങൾ കാശ് മേടിക്കുന്നില്ലെന്ന് കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു കാശ് എന്ത് കാശ്, അല്ല ഞാൻ കുറച്ച് കാശ് കൊടുത്തു എല്ലാവർക്കും കൂടെ, അപ്പം നിങ്ങൾ മാത്രം അത് മേടിക്കുന്നില്ലെന്ന് കേട്ടു. ഞാൻ പറഞ്ഞു ഞാൻ മേടിക്കില്ല, അതെന്താണെന്ന് ചോദിച്ചു. പുള്ളി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്, അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് പുള്ളിയുടെ പോളിസി എന്താണെന്നറിയാം, പുള്ളി എന്നെ ഉപദേശിക്കണത് എന്താ വെച്ചാൽ നമുക്ക് ദൈവമായിട്ടൊരു ചാൻസ് തരും.
അപ്പൊ വാരിക്കോളും. അപ്പം നമ്മൾ വാരിക്കോളും. അല്ലാതെ മോൻ വിചാരിക്കുന്ന പോലെ ഇവിടെ കാശൊന്നും ഉണ്ടാക്കാതിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജീവിക്കുന്നതിന് പണത്തിനും കാശിനും നമ്മുടെ മറ്റേ വീട്ടുകാർക്കും മക്കൾക്കും ഒക്കെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇവിടെ തന്നെ വേറൊരു ചീഫ് എഞ്ചിനീയർ ഇരുന്നു, അയാൾ ഇതുപോലെ 5 പൈസ മേടിക്കില്ല. ഞാൻ ശരിക്കും ഞാൻ അയാളുടെ ഒരു ഫോട്ടോ മേടിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയതൊക്കെ. അപ്പോൾ പുള്ളി പറഞ്ഞത് എന്താ, എൻ്റെയൊക്കെ രീതിയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കുറച്ച് ചില്ലറ ആരെ പറ്റിച്ചോ എന്ത് തട്ടിപ്പ് കാണിച്ച് നമ്മൾ കുറച്ച് ചില്ലറ ഉണ്ടാക്കുക, അല്ലാതെ അതിൻ്റെ ഷെയർ നിങ്ങൾക്ക് വെറുതെ കിട്ടണം. അപ്പം അങ്ങനെ കിട്ടുന്നത് മോനെ ഒരിക്കലും വേണ്ടെന്ന് പറയരുത്. കാരണം അത് ദൈവദോഷമാണ്. ഏത് കൈക്കൂലി ഇങ്ങോട്ട് വരുന്ന മഹാലക്ഷ്മി വേണ്ടെന്ന് എന്നിട്ട് പുള്ളി പറഞ്ഞു അതാ പുള്ളി ഇവിടെ ചീഫ് എഞ്ചിനീയർ, അയാൾ ഇതുപോലെ മേടിക്കാതിരുന്നു, ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല, ലാസ്റ്റ് അയാൾക്ക് വലിയ അസുഖമായി പോയി. കൈക്കൂലി വാങ്ങാതെ. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ ദൈവവും ചേട്ടൻ്റെ ഒപ്പോടാന്ന് ചോദിച്ചു. പുള്ളിയുടെ സത്യമായിട്ട് മോനോട് ഒരു കാര്യമാണ്, ദൈവം നമ്മുടെ ഒപ്പം, അല്ലെങ്കിൽ എന്നെയൊക്കെ ഇതുപോലെ പന പോലെ വളർത്തുക. പുള്ളി കേരളത്തിലെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ വലിയ കോൺട്രാക്ടറാണ്. പുള്ളിയുടെയൊക്കെ ഉത്തമ വിശ്വാസം എന്താണെന്നറിയാമോ? പുള്ളി ചെയ്യുന്നത് തെറ്റല്ല. കാരണം പുള്ളിയൊക്കെ ഉത്തമ വിശ്വാസം എന്ന് പറഞ്ഞാൽ 2 ലോഡ് ചരൽ ഇറക്കണമെങ്കിൽ ഒരു ലോഡ് കൊണ്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പണി തീർക്കുക. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, പങ്കിട്ട് മഹാലക്ഷ്മിയാണ് എടുക്കുക. അപ്പൊ അത് ദൈവം കൊടുക്കുന്ന ചാൻസ് ആണെന്നാ പുള്ളി പറയണം. അതുകൊണ്ട് പുള്ളി എല്ലാ ദിവസവും ഇളംകുളം പള്ളി ഒന്ന് പ്രാർത്ഥിക്കും, നടന്നു വന്നു. വീട്ടിൽ 4-5 കാറൊക്കെ ഉള്ള ആളാണ്, എല്ലാ ദിവസവും ഒന്ന് പ്രാർത്ഥിച്ച് എനിക്ക് എന്നും ഇതുപോലെ അഴിമതി നടത്താനുള്ള ചാൻസ് കൂടുതൽ ഉണ്ടാവണേ. അപ്പൊ പുള്ളി പറയണ പുള്ളിക്ക് ഇന്നും ഒരു തട്ടുകിടും പറ്റിയിട്ടില്ല. കാരണം വെച്ചാൽ ദൈവം പുള്ളിയുടെ കൂടെ ഉണ്ട്. മോനെ കാണിക്കുന്നുണ്ടല്ലോ വലിയ ദൈവം. അപ്പൊ സത്യം പറഞ്ഞ ഞാനും ശരിയാണല്ലോ. അപ്പൊ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു ചേച്ചിയുണ്ട്, കോൺഫിഡൻസ്, പുള്ളിക്കാരി ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് പുള്ളിക്കാരി ഉപദേശിക്കണത് ശരിയാണ്. ആ പറഞ്ഞതിന് വലിയ കുറച്ച് കാര്യമുണ്ട്. അല്ലെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ കാരണം എന്താ വെച്ചാൽ ഇവർക്കൊരു അസ്വസ്ഥതയാണ്. അതായത് ഇപ്പൊ ഒരു 10-12 പേർക്ക് കാശ് കൊടുക്കുമ്പോൾ ഞാൻ മാത്രം മേടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു ചീത്തപ്പേരാണുള്ളത്. എനിക്ക് വേണ്ട, ഞാൻ മേടിക്കണില്ല എന്ന് പറയുമ്പോൾ കാര്യം അവർക്ക് അത് കൂടുതൽ ഷെയർ കിട്ടും. പക്ഷെ എങ്കിൽ പോലും അവർക്ക് ഒരാളും കൂടി മേടിക്കുമ്പോഴാണല്ലോ നമ്മളൊക്കെ ചെയ്യേണ്ട ചീത്തയാണെന്ന് പറഞ്ഞ ശീലം. എന്നിട്ട് ഇവരൊക്കെ കൂടി ഇയാളെ കൊണ്ടുവന്ന് എന്നെ ഉപദേശിക്കണേ. ഇയാളാണെങ്കിൽ ഒരു വാപോയ കോടാലിയാണ്. പുള്ളി ആരോടും എന്തും പറയും, മനസ്സിലായ? പുള്ളി എന്തും പറയും. പുള്ളി ഒരു തവണ CA വന്നിട്ട് അവിടെ വന്നിരുന്ന് പുള്ളിയോട് പറഞ്ഞ് നിങ്ങൾ പണിയണ ആ റോഡിൽ കുറച്ച് നേരം ഒന്ന് നിർത്തി വെക്കിട്ടാന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കമ്മീഷണർ അതുവഴി പോയി. അപ്പോൾ കമ്മീഷണർ അതുവഴി പോയപ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിർത്തി വെക്കാൻ പറയുന്നത്. ആ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് പുള്ളി പറയണേ, ആ കമ്മീഷണറോട് ഒന്നില്ലെങ്കിൽ രാവിലെ കുറച്ച് നേരത്തെ ഓഫീസിലേക്ക് പോകാൻ പറ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, 150 പണിക്കാരുടെ 3 മണിക്കൂറിൻ്റെ കാശ് ഞാനിപ്പോൾ എഴുതരാം, എൻ്റെ അക്കൗണ്ടിനെ വിളിച്ച് എഴുതരും, അത് ആരോടെങ്കിലും കൈക്കൂലി പിടിച്ച് എൻ്റെ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. ആ പുള്ളി പറഞ്ഞ ശരിയാ. പുള്ളി ഇവരുടെ ആവശ്യം എന്താണെന്നറിയോ, 8:30ക്കും 11 മണി 9 വരെക്കൂടൊക്കെ 10:30 പണിയൊന്നും നിർത്തി വെക്കാൻ. എറണാകുളത്തെ വലിയൊരു റോഡാണ്, പണി നിർത്തി വെക്ക്. പിന്നെ കൂടാതെ ഒരു 4 മണിക്കും 6 മണി 7 മണി വരെ നിങ്ങൾ പണി നിർത്തി വെക്കാൻ. അപ്പൊ ഇയാൾ പറയണ്ട, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹാഫ് ഡേ പണി ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള ഹാഫ് ഡേയുടെ പണിയുടെ കാശ് എന്ത് ചെയ്യണം, അവര് തരണം. നിങ്ങൾ മറ്റേ ഈ CA എന്നൊക്കെ പറയും, ഇയാൾ വലിയ സമ്പന്നനായതുകൊണ്ട് CA ഒക്കെ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ CA പറയുന്നുണ്ട്, അല്ല ചേട്ടാ അങ്ങനെ പറയില്ല, ഞാൻ പേര് പറഞ്ഞു ഞാനിപ്പോ, അല്ല ചേട്ടാ അങ്ങനെ പറയില്ല എന്നൊക്കെ പറയാം. അയാളൊക്കെ അവിടെ നിന്ന് കോടികൾ കൈക്കൂലി മേടിക്കൊണ്ട് അയാൾക്ക് പലതും പറയാം. പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ല, ഞാൻ ഇതിൽ നിന്ന് വെച്ചിട്ട് വേണം ഈ കൈക്കൂലി എല്ലാവർക്കും കൂടി പകുത്ത് കൂടെ കൊടുക്കാനായിട്ട്. അപ്പം എന്നോട് മോനെ ഇവിടെ ഇരിക്കും, മോനെ ഒന്ന് ഇവിടെ ഇരിക്കുന്നു. അപ്പം എന്നെ ഇരുത്തി പുള്ളി, അതിന് CA ഇരിക്കണത് വലിയ കുറച്ച് ആളുകൾ ഇരിക്കണം, എന്നെ ഇരുത്തിയിട്ട് എന്നോട് പറയണേട്ടാ, പുള്ളി ഞാൻ എന്ത് ഇരിക്കാൻ പറഞ്ഞതെന്ന് മനസ്സിലായോ മോനെ, ഇരിക്കാൻ പറഞ്ഞതെന്ന് മനസ്സിലായി. അപ്പോൾ പുള്ളി പറഞ്ഞ് CA പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പോൾ CAയോട് പുള്ളി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഉള്ളത് ഒരേ ഒരു ആക്രാന്തമില്ലാത്ത മര്യാദക്കാരനെ ഞാൻ കണ്ടേക്കണതാണ്, ബാക്കി ആർക്കെയാ കാശ് കൊടുത്താലും ശരിക്കും പറഞ്ഞാൽ കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ CA ചോദിക്കണേ, പുള്ളി കൂടുതൽ ചോദിക്കില്ലത്. അപ്പോൾ പുള്ളി പറഞ്ഞേ, പുള്ളി കൂടുതലല്ല, പുള്ളി ഒന്നും വേണ്ടെന്താ പറയണേ. എന്നിട്ട് പുള്ളി ഇടക്കിടക്ക് എന്നെ കാണുമ്പോൾ പുള്ളി അവിടുത്തെ ക്യാൻറ്റീനിൽ ചായ കുടിക്കാൻ വിളിച്ചോണ്ട് പോകും. അതൊക്കെ ഞാൻ പറഞ്ഞ അതുപോലും വേണ്ടെന്ന് പറയാം. മോനെ അങ്ങനെയൊന്നും കണക്കൂട്ടണ്ട, എൻ്റെ വീടൊക്കെ പുള്ളി അന്വേഷിച്ചെടുത്ത്, എൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ട് എനിക്ക് പഴയ ബന്ധമുണ്ട്, നമ്മളതുപോലെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, അതുകൊണ്ട് മോനെ എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്ത് എന്താവശ്യത്തിനും വന്നോന്നു. വലിയ സമ്പന്നനാണ്, മനസ്സിലായി, പണ്ട് മുതലേ അവിടുത്തെ കോൺട്രാക്ടറാണ്. അപ്പം ഇത്തരത്തിൽ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ 100% ഇത് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ആ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണ് പേളിമാണിയൊക്കെ. അവർ വിചാരിക്കണ 10-14 കുട്ടികൾ മരിച്ച, അതൊക്കെ നമ്മളിപ്പോൾ എന്ത് ചെയ്യണോ, അവരൊക്കെ പോയി. പിന്നെ നമ്മൾ സേഫ് ആയിട്ടിരിക്കുക, നമ്മൾ ഇതുപോലെ ഡയലോഗ് കൊടുക്കുക. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇത് അതിബുദ്ധി കാണിച്ചാണ്. എന്താ സംഭവം എന്നറിയോ, ഇവർ വിചാരിച്ചത് ഇതിൻ്റെ പുറത്തൊരു അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ
വ്യൂസ് കുറഞ്ഞാനാന്ന് വിചാരിച്ചു. പക്ഷെ അഭിപ്രായം പറഞ്ഞതോടുകൂടി സത്യത്തിൽ എല്ലാം പേടിമാണിയിൽ ഞാൻ പറയണത് ഒരു 250 kV സബ് സ്റ്റേഷനിൽ നിന്ന് പോലും ഈ പറയുന്ന പോലെ മൈക്ക് മറ്റേ ഇത് വെച്ച് ഷോക്ക് അടിപ്പിച്ച് മറ്റേ മരത്തടിയും കടിപ്പിച്ച് പിടിച്ച് ഇരുത്തണ പോലെ ഇവർക്ക് ഇരിക്കേണ്ട ആവശ്യം ഉണ്ടായുള്ളൂ. എത്ര വലിയ ഷോക്ക് അടിച്ചാൽ പോലും ഇവർ പാതുറക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. കാരണം ഇതിലും വലിയ കുഴപ്പമൊന്നും ഇത്രയും കുഴപ്പം ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. കാരണം ഇവരിൽ നിന്നും ആരും ഇത് പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ആ വിഷയം ശ്രദ്ധിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇവർ പറഞ്ഞത് മുഴുവൻ തന്നെയാണ്. ഇവർ റീല് കണ്ടതിൽ മുഴുവൻ ഹർട്ടാകുന്ന വീഡിയോ. അങ്ങനെ ഹർട്ടാകുന്ന വീഡിയോ ഒന്നും ഇൻസ്റ്റാഗ്രാം രീതിയിൽ അധികം വന്നിട്ടില്ല. ഇവര് തള്ളാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. എഴുതി കൊടുത്തത് വായിക്കുമ്പോ അത്രക്കല്ലേ എഴുതി കൊടുത്തത് വായിച്ച് എന്നിട്ട് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് ഇപ്പോഴും അവർക്ക് മനസ്സിലായില്ല. അവർ മറ്റേ പുള്ളിയുടെ ലെവലിലേക്ക് ഇടയത് മോനെ ദൈവം ഒരു ചാൻസ് തരും, അത് ഉപയോഗിച്ച് നമ്മള് കാശുണ്ടാക്കുക. അല്ലാതെ സ്ലോവാക്കിയ പുള്ളി എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് എനിക്ക് പോലും ഉത്തരവില്ല. മോന് ചെയ്യാൻ എന്ത് ഉദ്ദേശിക്കും മനസ്സിലായില്ല. ഈ നാട്ടിൽ എന്തെങ്കിലും നല്ല കാര്യം നടക്കുമെന്ന് ചോദിക്കണം. അത്രയും ചാറ്റിൽ ഞങ്ങൾ കൂടുതൽ ഇടുകയില്ല. ആ കാശും കൂടി ഇവർക്ക് എന്ത് ചെയ്യണം, വീതിച്ചു കൊടുക്കുക. ഈ ആക്രാന്തം പിള്ളേരങ്ങൾക്ക് വീതിച്ചു കൊടുക്കണം. കാരണം അടുത്ത ദിവസം പുള്ളി എടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, അല്ല ഇനിയിപ്പോൾ ഒരാളെ നമുക്ക് ഒഴിവാക്കാമല്ല. എന്ത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് അവരുടെ ചർച്ച ചെയ്യാം. അപ്പോൾ ഒരാളെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അവർക്ക് അത്ര കൂടുതൽ കിട്ടും. അപ്പം ഇതുപോലെയുള്ള വേതാളങ്ങൾ ഈ നാട്ടിലുണ്ട്. അവരൊക്കെ മറ്റേ എന്ത് ചെയ്യും, ഇതുപോലെ തന്നെയാണ് നമ്മൾ പണ്ട് പറഞ്ഞ ആളുകളൊക്കെ. മറ്റേ ക്രീം ഞാൻ ഇത് വരട്ടിയിട്ടുണ്ട്, അത് വരട്ടിയിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾ മേടിച്ചിട്ടെടുത്തിട്ടാണ് നായിക്കൊറപ്പടി മേടിച്ചിട്ടുള്ള പോലെ ചൊറിച്ചിലായിരിക്കും. മനസ്സിലായ? അപ്പോൾ ഇവർ പല അഭ്യാസങ്ങളും ഇറക്കും, നമ്മളെ കൊണ്ട് പലതും വിൽക്കാൻ നോക്കും. പണ്ടൊരുത്തനുണ്ടായിരുന്നു, എന്താണ് മറ്റേ സഞ്ജു ടെക്കി എന്ന് പറഞ്ഞൊരു, അവൻ്റെ വീഡിയോ ചെയ്യണേ ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടു വേണ്ട. അവൻ വീഡിയോ തന്നെ ഉണ്ടാ സുഹൃത്തുക്കളെ, മറ്റേ ഈ ആപ്പ് ഇത് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റമ്മി കളിച്ചാൽ ഒരുപാട് കാശ് കിട്ടും. അങ്ങനെ കാശ് കിട്ടും. യു വിൽ ഗെറ്റ് എ പ്ലെൻറ്റി ഓഫ് മണി. ഒന്നും കിട്ടില്ലടാ, വെറുതെ പറഞ്ഞത് വീഡിയോ തന്നെ. അപ്പം എന്താണെന്നറിയാമോ, ഹിന്ദിക്കാരായിട്ട് ഒരു കാശ് കൊടുക്കണം. അപ്പം ഈ മലയാളം ഒരു മനസ്സിലാവില്ല എന്നുള്ള ധൈര്യത്തിലാണ് പറഞ്ഞു വിടുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാചകമുണ്ട്, മറ്റേ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ആഭ്യന്തരമന്ത്രിയായി ചാർജ് എടുക്കണേട്ടോ. അപ്പോൾ പോലീസുകാർക്ക് പ്രസംഗിക്കണേ പുള്ളി പറയുന്ന ഒരൊറ്റ വാചകം, നിങ്ങൾ കാശ് മേടിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളത് കേൾക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വാദിയോടും പ്രതിയോടും കാശ് മേടിക്കരുത്. ഇവിടെ പേളി ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ വാദിയോടും പ്രതിയോടും ഒരുപോലെ കാശ് മേടിക്കണം. അതായത് ഈ ജനങ്ങളെ പറ്റിക്കാം, കാഴ്ചക്കാരെയും കബളിപ്പിക്കാം, പ്ലസ് അവിടെ നിന്ന് കിട്ടുന്ന കാശും പ്രണയവും പൂത്തുലയും രണ്ടും എന്താണ്. സാഫ്രണാണ് എനിക്കിഷ്ടം. പക്ഷേ സാഫ്രണ ഒന്ന് കുറച്ചുകൂടി ഒന്ന് പിടിച്ച് റെഡാക്കാമല്ലോ. അങ്ങനെ രണ്ടും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ രണ്ടും എന്ത് ചെയ്തു, പേളിയുടെ ഒരു മഹാമനസ്കതയ്ക്ക് ചിലപ്പോ ഉണ്ടല്ലോ, വല്ല പരീക്ഷയ്ക്ക് എഴുതിയാലും നീ ജയിച്ച മോനെ നിനക്ക് ഹേർട്ടാവണ്ടെന്ന് വെച്ചാൽ തോറ്റു കൊടുത്തതെന്നൊക്കെ പറഞ്ഞു കളയും. പേളിമാണിയൊക്കെ ശരിക്കും ഞാൻ വിചാരിച്ചത് പേളിമാണിയൊക്കെ വീടിൻ്റെ അതുവഴിയോ വല്ലതും പോകണ്ടെന്ന് നമ്മൾ നേരത്തെ അറിയണമെന്നുള്ള. ചിലപ്പോൾ ആ ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നപ്പോൾ നമ്മുടെ ആധാരവും കൂടി എടുത്തിട്ട് വേണ്ട ചില ആളുകളുണ്ട്. നമ്മൾ അവരോട് ചെന്ന് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെക്കുറിച്ച് ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ പറയുമായിരുന്നു. അപ്പോൾ വൈഫ് എന്നോട് പറയും, അങ്ങനെ നിങ്ങൾ വെറുതെ പറയില്ലാട്ടാന്ന് പറയും. നമ്മുടെ തന്നെ ബന്ധുവാണ്. അപ്പോൾ ഞാൻ പറയും, അവിടെ ചെല്ലുമ്പോൾ ഒരു പിന്നെടുത്ത് കുത്തിയേക്കണമെന്ന് പറയും പോക്കറ്റിൽ. കാരണം നമ്മൾ പോക്കറ്റിൽ കാശിടാറില്ല. അപ്പോൾ എന്നോട് വൈഫ് ചോദിക്കണം, നിങ്ങളൊരു പോക്കറ്റിൽ കാശിടാറില്ല. ഞാൻ പോക്കറ്റിൽ കാശിടാറില്ല, പക്ഷെ അത് എനിക്കല്ലേ അറിയുള്ളൂ, അവർക്കറിയില്ല. പോക്കറ്റിൽ അകത്തുള്ള പീസെങ്കിലും അവരടിച്ച് അവർ മനസ്സിലാക്കുക, ഈ പോക്കറ്റിനകത്ത് ഇത്രയും പീസ് വെറുതെ ഇരിക്കണമല്ലോ, അത് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കും. മനസ്സിലായി? അല്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. കാരണം മാങ്ങ തിന്നിട്ട് മാങ്ങാണ്ട് കയ്യിൽ പിടിച്ചേക്കണ്ടോ. അപ്പം എന്താന്ന് ചോദിച്ചു, കോടീശ്വരന്മാരാണ്. എന്താന്ന് ചോദിച്ചപ്പോൾ പറയണേ, ഇവിടെ ക്ലിർക്കൂല, ഞാൻ വീട്ടിൽ കൊണ്ടിടാം. അവരുടെ കൊച്ചികള് അതുപോലെയുള്ള ആളുകളാണ്. അപ്പം അതുകൊണ്ട് പോക്കറ്റ് നമ്മൾ പിന്നൂത്തിയിട്ടുണ്ട് അവരുടെ അടുത്ത് ഇല്ലാന്ന് പറയും. അപ്പോൾ വൈഫ് എന്നോട് പറയും, നിങ്ങളിങ്ങനെ പറയരുത്, നിങ്ങൾ ഈ തമാശക്ക പറയണം, പക്ഷെ പിള്ളേരുടെ മനസ്സിലത് ഗൗരവത്തിൽ. ഞാൻ പറഞ്ഞു, പിള്ളേരോട് ഞാൻ ഗൗരവത്തിലാണ് ഇത് പറയണം. അവിടെ ചെന്ന് വല്ല ഉറങ്ങിയും പോയിട്ട് നീ കിഡ്നി കാണാനില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശ് വരും. എന്ത് ചെയ്യാൻ മനസ്സിലായ? ആ മറ്റേ ഇത് പറഞ്ഞ പോലെ പഴപ്പൊരു ചായ മേടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നീ ഒരു കണ്ണെങ്കിലും ചോദിക്കുമെന്ന് പറഞ്ഞ പോലെ ഇവര് സ്നേഹം കാണിച്ചാൽ നമുക്ക് ടെൻഷനാണ്. അതുപോലെ ഇവരുടെ ക്യൂട്ട്നെസ്സും ഇവര് നമ്മളെ നക്കിക്കൊല്ലാനും വരുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓടിക്കളയണം. അതുകൊണ്ട് നാളെ മറ്റേ ഞാൻ ആലുവ ഭാഗത്തു കൂടി ഒന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല. ഞാൻ ആലുവ പെരുമ്പാവൂരുള്ള യാത്ര തന്നെ വേണ്ടെന്ന് വെച്ചു. നമ്മൾ പല മറ്റേ ഇപ്പൊ ആലുവ പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോകുന്നതിന് പകരം പോണെങ്കിൽ പെള്ളുടെ മുൻപിൽ കൂടി പോകണം, വീടിന്റെ ഫ്രണ്ടിൽ കൂടി.
അപ്പോൾ കുറച്ചുകൂടി അത് ബർമുഡ ട്രയാങ്കിളാണ്. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഞാൻ വിചാരിക്കുന്നത് അങ്കമാലി പോയിട്ട് വരുമ്പോൾ അവർക്ക് വന്നു കുഴപ്പമില്ല. ഇച്ചിരി കറങ്ങിയാലും ഇത്തിരി ഇറങ്ങിയാലും ടയറും എന്ത് ചെയ്യും, കാറും കയ്യിൽ ടയറും മറ്റേ ഇതും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഇതിനാ വെറുതെ നമ്മൾ റിസ്ക് എടുക്കണം. കുറച്ച് പെട്രോൾ കാശ് കൂടുതൽ വരും, കുറച്ച് ടയറിൻ്റെ തേയ്മാനം കൂടുതൽ വരും, കുറച്ച് സമയവും കൂടുതൽ വരും. സമയം നമുക്ക് ഇല്ലാത്തതാണ്, പക്ഷേ എങ്കിലും എന്ത് ചെയ്യും. സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് ഈ അഭ്യാസമൊക്കെ എന്ത് ചെയ്തേക്ക് 8 മടക്കി പോക്കറ്റ് വെച്ചേക്ക്. എന്നിട്ട് അടുത്ത ബേസിലേക്ക് കിട്ടുമ്പോഴത്തേക്കും ഇൻ്റർവ്യൂ എടുത്തു. അത് മതിയായിരുന്നു. ബേസിലും ടൊവീനൊക്കെ വെച്ച് എന്നൊക്കെ പറഞ്ഞ് ഇൻ്റർവ്യൂ എടുത്ത് എന്ത് ചെയ്യുക, മറ്റേ മുണ്ട് പൊക്കി ഈ ഡിസൈൻ കൊള്ളാലോ ഒന്ന് പൊക്കി കാണിച്ചെന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് പൊക്കി കാണിക്കുമോ, ഈ കുഞ്ചാക്കോവനെ എനിക്ക് പൊക്കി കാണിക്കുമോ, ദൈവത്തെ എന്തെങ്കിലും ജാതി ഉണ്ടോ എന്നൊക്കെയുള്ള ചിന്തകളുണ്ട്. അതുകൊണ്ട് ആ ഉടായ്പൊക്കെ ആയിട്ട് നടന്നു. അല്ലാതെ ഇങ്ങോട്ട് എന്ത് ചെയ്യില്ലേ. പിന്നെ എനിക്കിനി പേളിവാഴോട് പറയാനുള്ളത്, താങ്കൾ ഈ കേരളത്തിലെയോ ഇന്ത്യയിലെയോ സാമൂഹികമായിട്ടുള്ള യാതൊരു പ്രശ്നത്തെക്കുറിച്ച് അഭിപ്രായം പറയണമെന്നില്ല. പക്ഷെ താങ്കൾ നിർബന്ധിതനായതിൻ്റെ കാര്യം കുറച്ച് ചില്ലറ സംഘടിപ്പിക്കാനാണ്. ആ ദുബായിലെ ഫ്ലാറ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ചില്ലറ സംഘടിപ്പിച്ചോ കുഴപ്പമില്ല. പക്ഷെ പിന്നീട് അത്യാർത്ഥി എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ ഈ പറഞ്ഞ സ്വർണ്ണമുട്ട ഇടുന്ന ആളെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, എല്ലാ മുട്ടയും കൂടി ഒരുമിച്ച് കിട്ടുമെന്നുള്ള ആക്രാന്തത്തിലേക്ക് പോകരുത് എന്ന് മാത്രം വളരെ വിനയത്തോടു കൂടി എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. മറ്റേ പരാജയപ്പെട്ട ഡയറക്ടറൊക്കെ വിട്ടേക്ക്, പരാജയപ്പെട്ട യൂട്യൂബർ ആകാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വീഡിയോ കാണാൻ തൊട്ടടുത്തുള്ള ശ്രീനിയോടൊക്കെ എപ്പോഴെങ്കിലും എന്ത് ചെയ്യും. ശ്രീനിക്കൊന്നും പറയാനുള്ള ഇതില്ല, പാവം പറഞ്ഞാലൊന്നും സമ്മതിക്കാൻ സാധ്യതയില്ല. പക്ഷെ എന്ത് ചെയ്യും. പിന്നെ മിക്കവാറും വേളി ചിലപ്പോൾ നമുക്കെതിരെയൊക്കെ വീഡിയോ ആയിട്ട് വന്നേക്കും. അങ്ങനെ വന്നാലും നമുക്ക് വിരോധം സന്തോഷം. വന്നാൽ സന്തോഷം, വന്നാൽ കുറച്ചുകൂടി കാര്യം എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ എക്സ്പ്ലനേറ്ററി വീഡിയോ ഇടാം. ഇത് ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലനേറ്ററി വീഡിയോ അല്ലായിരുന്നു, ഐ ആം ദ സോറി എന്ന് പറഞ്ഞ വീഡിയോ ആയിരുന്നു. ഇനി അടുത്ത വീഡിയോ യഥാർത്ഥത്തിൽ ആകെ എനിക്ക് കിട്ടണം. ഏത് ഐ ആം ദ സോറി എളിയ, ഏത് പല പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ജഗതിയുടെ മറ്റേ ഇതെടുത്ത് കൊടുക്കണം. എന്താണ്, അപമാനിക്കരുത്, എന്താണ് ജീവിതമാണ് എന്നുള്ളത് എന്ത് ചെയ്തു, അത് ഇട്ടാൽ മതി. ഏത് അപ്പുറത്ത് ചിക്കൻ കാലും കടിച്ചു ചോദിച്ചു, ഇപ്പുറത്ത് എന്ത് ചെയ്തു, സന്യാസി കളിയായിരുന്നു, അതിപ്പോൾ നിർത്തി. അപ്പോൾ ചിക്കൻ കാല് കടിച്ചു ഓടിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അപമാനിക്കരുത്, ജീവിതമാണ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടാൽ പൂർത്തിയാവും. സമാപ്തി.